ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയുടെയും അനാമികയുടെയും വിവാഹത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ കുടുംബം മുഴുവനും അങ്ങനെ എല്ലാവരും തന്നെ അമ്പലത്തിലെത്തുകയാണ്. അങ്ങനെ വഴിപാടുകളും ഓരോ പരിഹാര ക്രിയകളും ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ അനിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും ഒപ്പം നമ്മുടെ നയന ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാ സപ്പോർട്ടീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും നയന ഇരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ഒരു ജ്യോത്സ്യനാണെങ്കിൽ അവിടെ ഒരു പ്രവചനം നടത്തുന്ന, അതായത് കാര്യങ്ങളൊക്കെ മുഖത്തടിച്ച് ഇനി ഭാവി കാലം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ജ്യോത്സ്യൻ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ജ്യോത്സ്യന് പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശൻ അതായത് അവിടെ ഇങ്ങനെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് പറയുന്നുണ്ട്, മൂർത്തിയും കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ടോ, എനിക്ക് അവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അവർ കുറേ കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ വലിയൊരു സ്വരത്തിൽ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന മൂർത്തിയും ഫാമിലിയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാ അസുഖവും പമ്പ കിടക്കും, തൻ്റെ മനസ്സിൻ്റെ ശുദ്ധി കൊണ്ട് ഈശ്വരൻ തനിക്ക് ഒരാപത്തും വരുത്തില്ല, എല്ലാ ഈശ്വരാധീനവും തനിക്കുണ്ടാവും, താൻ മക്കളെയും അതുപോലെ തന്നെ ജനങ്ങളെയും സേവിക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം ഈശ്വരൻ അറിയാവുന്നതാണ്. അതുകൊണ്ട് തൻ്റെ എല്ലാ അസുഖങ്ങളും ഈശ്വരൻ ഭേദമാക്കും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും ഉടനെ തന്നെ നിറവേറും, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതുപോലെ തന്നെ മുത്തശ്ശിയോടും പറയുന്നുണ്ട്, തൻ്റെ പതിക്ക് ഒരാപത്തും വരുത്തില്ല, എല്ലാം ഈശ്വരൻ്റെ കൃപ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ആദിയുടെ അടുക്കിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ ആദിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇനിയും നീ വൈകിക്കരുത്, തനിക്ക് കിട്ടിയത് സൗഭാഗ്യമാണെന്ന് നീ മനസ്സിലാക്കണം, നിന്റെ ജീവിതം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ നൂലിൽ കൂടെയും നീ കടന്നു പോകുമ്പോൾ ആ നൂലിൻ്റെ അറ്റം വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നീ മനസ്സിലാക്കണം, ആ നൂല് തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം, കയ്യിൽ കിട്ടിയത് കനകമാണെന്ന് തിരിച്ചറിയണം, മറ്റുള്ളവരുടെ വാക്കുകൾക്കല്ല സ്വന്തം ആത്മാഭിമാനത്തിനും സ്വന്തം തീരുമാനങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടത്, അതുപോലെ തന്നെ ഈശ്വരനിൽ വിശ്വാസമുള്ളവർക്ക് ഈശ്വര ഭക്തിയെ വിശ്വസിക്കാതിരിക്കാനാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നയനയെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ആദിയോട് പറയുകയും ആദിയുടെ മനസ്സിന് ഒരു വെളിവുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഇവരുടെ എല്ലാം ഒപ്പം നമ്മുടെ കനകവും ഒക്കെ കാണും. അങ്ങനെ കനകത്തിനൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശനും ഒക്കെ കാര്യങ്ങൾ പിടികിട്ടുകയാണ്. മുത്തശ്ശനൊക്കെ ഇങ്ങനെ ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ ആ ജ്യോത്സ്യൻ്റെ വാക്കുകളിൽ. അങ്ങനെ പിന്നീട് ജ്യോത്സ്യൻ നമ്മുടെ ആദിക്കും അതുപോലെ തന്നെ നയനയ്ക്കും അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നയനയോടും പറയുന്നുണ്ട്, നീ നന്നായി വരും, നിൻ്റെ കഴിവുകളെല്ലാം ലോകം പ്രശംസിക്കും, അതുപോലെ തന്നെ നിൻ്റെ മനസ്സിൻ്റെ നന്മ നിൻ്റെ കുടുംബവും പ്രശംസിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മുടെ ദേവയാനിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, വെളുത്തതെല്ലാം പാലാണെന്ന് വിശ്വസിക്കരുത്, ആ പാലിലെ കരടാണെന്ന് പറഞ്ഞ് എടുത്ത് കളയാൻ നിൽക്കുന്നത് തങ്കക്കട്ടിയാണ്, ഇനി നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ആ കരടിൽ നിന്നുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നയനനെ ഇങ്ങനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഓരോ കാര്യങ്ങളും പറയുന്നത്. വീട്ടിൽ വന്ന് കയറിയ മഹാലക്ഷ്മിയായിട്ട് കാണണം, അല്ലാതെ പിന്തള്ളിയാൽ പിന്നെ ഈശ്വരാനുഗ്രഹം അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കാര്യങ്ങൾ വിവേകത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. പുറമോടിയിൽ ഈശ്വരഭക്തിയാണെന്ന് വിശ്വസിപ്പിച്ചിട്ട് കാര്യമില്ല, ഉള്ളിലും ഈശ്വരഭക്തിയുടെ ആ ഒരു എല്ലാ നല്ല കാര്യങ്ങളും കാണിക്കണം, എന്നാലേ അത് ഈശ്വരൻ സ്വീകരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ, അതായത് ദേവയാനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ തെറ്റുകളും എടുത്തെടുത്ത് പറയാൻ കേട്ടോ ആ ജ്യോത്സ്യൻ. എന്നിട്ട് നയനയെക്കുറിച്ച്, അതായത് തൻ്റെ മരുമകൾ എന്ന് പറയാതെ പറയുകയാണ് ജ്യോത്സ്യൻ, തൻ്റെ മരുമകൾ തൻ്റെ ഭാഗ്യമാണെന്നും തനിക്ക് കിട്ടിയ നിധിയാണെന്നും ഒക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ നയനനെ നല്ല വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുകയാണ് നമ്മുടെ ജ്യോത്സ്യൻ. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കനകത്തിനാണ് ഒരുപാട് സന്തോഷമാണ്. കനകം അതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ജ്യോത്സ്യൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗായത്രി അപ്പച്ചിയാണെങ്കിൽ പറയുന്നുണ്ട്, അനിയോടും അനാമികയോടും വേഗം ജ്യോത്സ്യൻ്റെ അടുക്കിലേക്ക് ചെല്ല്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ചൊക്കെ ജ്യോത്സ്യൻ പറയും എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇവരങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് പെട്ടെന്ന് ജ്യോത്സ്യൻ പ്രവചനം എല്ലാം നിർത്തിയിട്ട് നമ്മുടെ അങ്ങനെ തിരിച്ചു പോവുകയാണ്. അത് കാണുമ്പോൾ അനാമിക പെട്ടെന്ന് അനി പറയുന്നുണ്ട്, അതെന്താ നമുക്ക് മാത്രമൊന്നും പറയാഞ്ഞേ, നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ അനാമിക എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അനാമിക പറയുന്നുണ്ട്, പറയാതിരുന്നാൽ നല്ലത്, ഇനി അത് ഓർത്തിട്ടായിരിക്കും നമ്മുടെ ടെൻഷൻ, വെറുതെ ഓരോ കാര്യങ്ങൾ അറിയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അനാമിക അനിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം നമ്മുടെ കനകം ഇങ്ങനെ നമ്മുടെ ദേവയാനിയോട് പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ മകളെക്കുറിച്ചാണ് ആ ജ്യോത്സ്യൻ പറഞ്ഞത്, ആ ജ്യോത്സ്യനെ കൊണ്ടാരും പറഞ്ഞു പറയിപ്പിച്ചതല്ല, ഈശ്വരൻ പറഞ്ഞ് പറയിപ്പിച്ചതാണ്, അത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മരുമകളായിട്ട് കൂട്ടാക്കാത്ത എൻ്റെ മകളുടെ കണ്ണീര് ഞാൻ എന്നും കാണുന്നുണ്ട്. എനിക്കിനി അത് കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ കൊച്ചിനെ പറഞ്ഞു വിട്ടേരെ. എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ പേരക്കുട്ടികളെ വളർത്തണമെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്നും. പക്ഷേ നിങ്ങളതിനെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവയാനിയുടെ വാ തന്നെ അടപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കനകം. അങ്ങനെ ദേവയാനി എന്നിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും അമ്പിനും വില്ലിനും അടുക്കാതെ ദേവയാനി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും കനകം വന്നു കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകളെല്ലാം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഈ ആഴ്ച തന്നെ വരാനിരിക്കുന്ന എപ്പിസോഡുകളാണ്. വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക്